ഹിമാലയൻ പർവ്വതനിരകളുടെ താഴ്വരയിൽ പുറം ലോകത്തിന്റെ വേഗതയറിയാതെ ശാന്തമായി മയങ്ങുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. കാലം പോലും അവിടെയൊന്നു നിന്ന് വിശ്രമിക്കുമെന്ന് തോന്നും. മഞ്ഞുകാലത്ത് ഗ്രാമപാതകൾക്കരികിൽ കടുകുപാടങ്ങൾ സ്വർണ്ണ പരവതാനി വിരിക്കും. വേനലിൽ ഗ്രാമത്തിന് നടുവിലൂടെ ഒഴുകുന്ന പുഴ വെള്ളി നൂല് പോലെ മെലിയും. ഓരോ വീടിന്റെ മുറ്റത്തും പൂത്തു നിൽക്കുന്ന ചെമ്പരത്തികളും ജമന്തികളും ആ ഗ്രാമത്തിന്റെ നിഷ്കളങ്കമായ പുഞ്ചിരിയായിരുന്നു. പച്ച വിരിച്ച ആ ഗ്രാമത്തിൽ കാലം ഒരുപാട് കണ്ട ഒരു അമ്മ ജീവിച്ചിരുന്നു. അവരുടെ ലോകം അവരുടെ വീടിനോട് ചേർന്നുള്ള മാന്തോപ്പായിരുന്നു. ഓരോ മരവും അവർക്ക് സ്വന്തം മക്കളെ പോലെയായിരുന്നു. അവയുടെ ഇലകളുടെ മർമ്മരം അവർക്ക് സംഗീതമായി, പൂക്കളുടെ ഗന്ധം ആശ്വാസമായി, ഫലങ്ങളുടെ മാധുര്യം അവരുടെ സ്നേഹത്തിന്റെ പ്രതീകമായി. ആ മാന്തോപ്പിൽ വിളയുന്ന മാമ്പഴങ്ങൾ അവർക്ക് കേവലം വരുമാന മാർഗമായിരുന്നില്ല, മറിച്ച് അവരുടെ സന്തോഷം പങ്കുവെക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു. വഴിയരികിലൂടെ പോകുന്ന ഏതൊരാൾക്കും ഒരു പുഞ്ചിരിയോടെ അവർ മാമ്പഴങ്ങൾ സമ്മാനിച്ചു. അങ്ങനെയിരിക്കെയാണ് അയൽഗ്രാമത്തിലെ ഒരു വീട്ടിൽ നടന്ന ആഘോഷത്തിലേക്ക് അവർക്ക് ക്ഷണം ലഭിക്കുന്നത്. പതിവ് ജീവിതത്തിൽ നിന്നുള്ള ഒരു മാറ്റം അതവരെ ഉത്സാഹഭരിതയാക്കി. തന്റെ മാന്തോപ്പിലെ ഏറ്റവും മികച്ച മാമ്പഴങ്ങൾ ഒരു കൊട്ടയിലാക്കി സ്നേഹ സമ്മാനമായി അവർ അവിടേക്ക് പുറപ്പെട്ടു. വിരുന്നിന്റെ ബഹളങ്ങൾക്കിടയിൽ ആരോ നീട്ടിയ ഒരു മധുര പലഹാരം അവർ രുചിച്ചു. ആപ്പിളിന്റെ നേർത്ത പുളിയും ശർക്കരയുടെ മാധുര്യവും ചേർന്ന ആ രുചി അതുവരെ പരിചിതമല്ലാത്ത ഏതോ ഒരു ലോകത്തിന്റെ വാതിൽക്കൽ അവർക്ക് മുന്നിൽ തുറന്നു. ആ ഒരൊറ്റ നിമിഷം അവരുടെ ലളിതമായ ജീവിതത്തിൽ പുതിയൊരു ആഗ്രഹം മുളപൊട്ടി. എനിക്കും ഇത് ഉണ്ടാക്കാൻ പഠിക്കണം. ആ ആഗ്രഹം ഒരു ചെറിയ വിത്ത് പോലെ അവരുടെ മനസ്സിൽ പതിഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ അത് വളർന്ന് ഒരു മരം പോലെ പടർന്നു. ഒടുവിൽ ആ പലഹാരം ഉണ്ടാക്കുന്ന വിധം അവർ പഠിച്ചെടുത്തു. പക്ഷേ ഒരു വലിയ തടസ്സം അവർക്ക് മുന്നിൽ നിന്നു. അതിന് ആപ്പിൾ വേണം. അവരുടെ ഗ്രാമത്തിൽ ആപ്പിൾ ഒരു കേട്ടുകേൾവി മാത്രമായിരുന്നു. എന്നാൽ ആഗ്രഹം സത്യമാണെങ്കിൽ വഴികൾ താനേ തെളിയുമെന്ന് അവർ വിശ്വസിച്ചു. തന്റെ പ്രിയപ്പെട്ട മാമ്പഴങ്ങൾ വിറ്റ് ആപ്പിൾ വാങ്ങാൻ അവർ തീരുമാനിച്ചു. അത് കേവലം ഒരു കച്ചവടമായിരുന്നില്ല, തന്റെ ചെറിയ സ്വപ്നത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ സമർപ്പണമായിരുന്നു. പട്ടണത്തിലേക്കുള്ള ബസ്സിൽ ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവരുടെ അടുത്തുള്ള സീറ്റിൽ ക്ഷീണിതയായ ഒരു യാത്രക്കാരി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിലെ തളർച്ചയും ചുണ്ടുകളിലെ വരൾച്ചയും കണ്ടപ്പോൾ അമ്മയ്ക്ക് തന്റെ മാമ്പഴങ്ങളെ കുറിച്ച് ഓർമ്മ വന്നു. ഒന്നും ആലോചിക്കാതെ അവർ തന്റെ കൊട്ടയിൽ നിന്ന് നല്ലൊരു മാമ്പഴം ആ യാത്രക്കാരിക്ക് നേരെ നീട്ടി. ഒരു പുഞ്ചിരിയോടെ അത് സ്വീകരിച്ച ആ സ്ത്രീ പ്രതിഫലമായി തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ തൂവലുകൾ നിറച്ച ചെറിയ സഞ്ചി അവർക്ക് നൽകി. ഉപയോഗമില്ലാത്ത ആ തൂവലുകൾ വാങ്ങി അമ്മ ചിന്തിച്ചു, എന്റെ യാത്രയുടെ ആദ്യത്തെ പ്രതിഫലം ഇതാണല്ലോ. പട്ടണത്തിലെത്തിയ അവർ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ വഴിയരികിൽ ഒരു ദമ്പതികൾ തമ്മിൽ തർക്കിക്കുന്നത് കണ്ടു. പുതുതായി വാങ്ങിയ തലയിണയിൽ എന്തു നിറയ്ക്കണം എന്നതായിരുന്നു അവരുടെ വിഷയം. സംഭാഷണത്തിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയ അമ്മ അവരുടെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞുങ്ങളെ, പഞ്ഞിയേക്കാൾ സുഖവും മർദ്ദവും ഈ തൂവലുകൾക്ക് കിട്ടും. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന തൂവലുകൾ അവർക്ക് നേരെ നീട്ടി. ആ പുതിയ ആശയം ഇഷ്ടപ്പെട്ട ദമ്പതികൾ പണം നൽകാൻ തുനിഞ്ഞപ്പോൾ അമ്മ അത് സ്നേഹത്തോടെ നിരസിച്ചു. എന്നാൽ അവർ വെറും കൈയോടെ പോകാൻ കൂട്ടാക്കിയില്ല. തങ്ങളുടെ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു വലിയ പൂക്കുട നിറയെ സ്വർണ്ണപ്പൂക്കൾ അവർ അമ്മയ്ക്ക് സമ്മാനിച്ചു. ആപ്പിളിൽ നിന്ന് താൻ കൂടുതൽ അകന്നു പോവുകയാണോ എന്നൊരു നിമിഷം അമ്മ ചിന്തിച്ചു. എന്നാലും ആ പൂക്കളുടെ ഭംഗി അവരുടെ മനസ്സിന് സന്തോഷം നൽകി. ആ പൂക്കുടയുമായി മാർക്കറ്റിലേക്ക് നടക്കുമ്പോൾ പരിഭ്രാന്തയായി ഓടി വന്ന ഒരു യുവതിയെ അവർ കണ്ടു. തന്റെ മകളുടെ പിറന്നാളിന് അലങ്കരിക്കാൻ പൂക്കൾ കിട്ടാതെ വിഷമിക്കുകയായിരുന്നു അവർ. അമ്മ മറ്റൊന്നും ചിന്തിച്ചില്ല. ആ പൂക്കുട മുഴുവനായി അവർക്ക് നൽകി. ആ യുവതിയുടെ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷം കണ്ടപ്പോൾ പകരമായി ലഭിച്ച നോട്ടുകെട്ടുകളേക്കാൾ മൂല്യം ആ നിമിഷത്തിനുണ്ടെന്ന് അമ്മ തിരിച്ചറിഞ്ഞു. ഒടുവിൽ തന്റെ ആഗ്രഹം സഫലമാക്കാനുള്ള പണവുമായി അവർ പഴക്കട ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരു വിളി കേട്ടത്. നോക്കിയപ്പോൾ വിശന്ന് എല്ലൊട്ടി ഒരു ബാലൻ മുഷിഞ്ഞ ഉടുപ്പിൽ പിടിച്ചു വലിക്കുന്നു. അമ്മേ, വിശക്കുന്നു. 2 ദിവസമായി ഒന്നും കഴിച്ചില്ല. ആ വാക്കുകൾ ഒരു അസ്ത്രം പോലെ അവരുടെ ഹൃദയത്തിൽ തറച്ചു. അവരുടെ ഒരു കയ്യിൽ തന്റെ നാളുകളുടെ ആഗ്രഹമായിരുന്നു, മറുകൈയിൽ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയുള്ള യാചനയും. ഒരു നിമിഷം പോലും അവർക്ക് സംശയിക്കേണ്ടി വന്നില്ല.
തന്റെ ആഗ്രഹത്തെക്കാൾ വലുതാണ് ആ കുഞ്ഞിന്റെ വിശപ്പെന്ന് ആ അമ്മയുടെ ഹൃദയം മന്ത്രിച്ചു. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ അവർ ആ ബാലന് നൽകി. നന്ദി പറയാൻ വാക്കുകളില്ലാതെ ആ കുട്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ നായ്ക്കുട്ടിയെ അവരുടെ കൊട്ടയിലേക്ക് വെച്ചു കൊടുത്തു. പണമില്ലാതായെങ്കിലും ജീവനുള്ള ആ സമ്മാനം നൽകിയ ഊഷ്മളതയിൽ അവർ വീട്ടിലേക്ക് നടന്നു. വഴിമധ്യേ ആ നായ്ക്കുട്ടി കൊട്ടയിൽ നിന്ന് ചാടി ഒരു വലിയ വീടിന്റെ പൂന്തോട്ടത്തിലേക്ക് ഓടിമറിഞ്ഞു. അതിനു പിന്നാലെ ഓടിയ അമ്മ ചെന്നു നിന്നത് വിശാലമായ ഒരു ആപ്പിൾ തോട്ടത്തിന് മുന്നിലാണ്. അവിടേക്ക് വന്ന തോട്ടയുടമയോട് അമ്മ മാപ്പു ചോദിച്ചു. എന്നാൽ അമ്മയുടെ കയ്യിലെ ഒഴിഞ്ഞ കൊട്ടയും കൂടെയുള്ള നായ്ക്കുട്ടിയും കണ്ടപ്പോൾ അയാൾക്ക് കൗതുകമായി. അമ്മ തന്റെ ആ ദിവസത്തെ യാത്രയുടെ കഥ മുഴുവൻ അദ്ദേഹത്തോട് വിവരിച്ചു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ കണ്ണുകൾ വിടർന്നു. അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു, അമ്മേ, നിങ്ങൾ തേടിയെത്തത് ശരിയായ സ്ഥലത്താണ്. നിങ്ങൾ യാത്രയിൽ ഉടനീളം നൽകിയത് നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളായിരുന്നില്ല, സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിന് പകരം വെക്കാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. ഈ തോട്ടത്തിലെ ആപ്പിളുകൾ ഇനി നിങ്ങളുടേത് കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറിച്ചു കൊണ്ടുപോകാം. ആ ആപ്പിൾ മരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ അമ്മ തിരിച്ചറിഞ്ഞു, താൻ ആഗ്രഹിച്ചത് കേവലം ഒരു വിഭവത്തിന്റെ രുചി മാത്രമായിരുന്നില്ല, എന്നാൽ താൻ പോലും അറിയാതെ ചെയ്ത നന്മകൾ തന്നെ കൊണ്ടെത്തിച്ചത് ആഗ്രഹങ്ങളുടെ ഒരു വസന്തത്തിലേക്കാണ്.